ഇത്രയും കാലം ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഒക്കെ പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആയുധങ്ങൾ നൽകിക്കൊണ്ടിരുന്ന മാനസികമായി പിന്തുണച്ചുകൊണ്ടിരുന്ന ഇറാൻ നേരിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ ഇറാൻ ഇതുവരെ നേരിട്ട് കളത്തിൽ ഇറങ്ങിയിട്ടില്ല. എന്നാൽ ഹമാസിനും ഹൂത്തികൾക്കും അതുപോലെ തന്നെ ഹിസ്ബുള്ളയ്ക്കും വലിയ പിന്തുണ അല്ലെങ്കിൽ അവരോട് കയറി അടിക്കാനുള്ള ഒരു നിർദ്ദേശം ഇറാൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം കഴിഞ്ഞ ഏതാണ്ട് 48 മണിക്കൂറായി, അതായത് സൈനിക ഉപദേഷ്ടാവ്, ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് സിറിയയിൽ കൊല്ലപ്പെട്ടതിന് ശേഷം, ഇറാന്റെ വെല്ലുവിളി വന്നതിന് ശേഷമുള്ള ഇത്രയും മണിക്കൂറുകളായി ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ പരിശോധിച്ചാൽ അതിൽ കൂടുതൽ പുതിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്താൻ സാധിക്കും. ബസൂക്ക മിസൈലുകൾ, അതുപോലെ ബുർഖാൻ മിസൈലുകൾ, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ടാങ്കുകളൊക്കെ ഒറ്റയടിക്ക് ഉപയോഗശൂന്യമാക്കി കളയുന്ന അൽ യാസിൻ 105 എന്ന് പറയുന്ന ഷെല്ലുകൾ,